എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എല്ലാ ഇൻഫർമേഷനും വരും. അതായത് ഡേ ടൈമില് യാതൊരു അറ്റാക്കും ഉണ്ടാവുന്നില്ല. നൈറ്റ് ടൈം ആ സെറ്റ്സൂൺ ടീമും അവർ ട്രാൻസ്ഫർമേഷൻ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഷിക്കാഗോ അവന് മനസ്സിലാവും ഇത്രയും ദിവസവും അവർ ഡേ ടൈമാണ് അറ്റാക്ക് ചെയ്തത്. അവർ നൈസായിട്ട് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് നൈറ്റ് അറ്റാക്ക് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ വീണ്ടും സാക്കുറ പറഞ്ഞ ഇൻഫർമേഷൻസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അവരെല്ലാവരും വൈറ്റ് സെറ്റ്സുകളാണ്. നമ്മുടെ ആൾക്കാരുടെ ചക്ര പവർ അത് അബ്സോർബ് ചെയ്തെടുത്ത് അവരുടെ രീതിയിൽ ട്രാൻസ്ഫോം ആയി അവരുടെ അതേ ആക്ഷൻസും ഇന്റൽസും കളക്ട് ചെയ്താണ് നമ്മുടെ ഇടയിൽ കടന്നുകൂടി അവർ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്താനും തിരിച്ചറിയാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനോടകം നമ്മുടെ ഇടയിലുള്ള ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ സാമുറായിനെയും ടീമിനെയും കാണിക്കും. അവരൊരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അതിന് ചുറ്റും ഇരുന്ന് ഇപ്പൊ റിലാക്സ് ചെയ്യാണ്. ഇഫുന എല്ലാവരോടും പറയും നമ്മളിപ്പോ വളരെ അലേർട്ട് ആയിരിക്കണം. ആരും ഗാർഡ് അത് താഴെ വെക്കാൻ പാടില്ല. ചുറ്റിലും എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണം. അപ്പൊ കുരട്സുജി അവൻ അവിടേക്ക് വരും. അവൻ പറയും നിങ്ങളുടെ പ്രിസണറിനോട് എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കട്ട് ചെയ്താ ഇവിടെ കങ്കൂറ അവനിപ്പോ ദേദ്രയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഗാർഡ് അവിടേക്ക് വന്ന് ഇപ്പൊ കങ്കൂറയോട് റെസ്റ്റ് എടുക്കാൻ പറയും. കങ്കൂറ റെസ്റ്റ് എടുക്കുന്ന ആ ഒരു ടൈമില് ആ ഗാർഡ് പതിയെ ഇപ്പൊ ദേദ്രയുടെ അടുത്തേക്ക് വരും. ആക്ച്വലി അത് ഒരു ഗാർഡല്ല, മറിച്ച് വൈറ്റ് സെറ്റ്സു ആണ്. ആ വൈറ്റ് സെറ്റ്സു അവനിപ്പോ ദേദ്രയെ നോക്കും. ദേദ്രയുടെ ബോഡിയില് ലൈറ്റ്നിങ് ജിപ്സു അത് മുഴുവനായിട്ടും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവന്റെ ക്ലേ അവന് യൂസ് ചെയ്യാൻ കഴിയാത്തത്. അപ്പോഴായിരിക്കും ആ വൈറ്റ് സെറ്റ്സു അത് ദേദുരയെ വിളിക്കുക. ദേദുര, ഇത് ഞാനാണ് വൈറ്റ് സെറ്റ്സു. നിന്നെ രക്ഷിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നീ ശബ്ദം ഉണ്ടാക്കരുത്. എന്റെ ഈ സ്ക്വാഡ് അതുപയോഗിച്ച് ഞാൻ നിന്നെ വെട്ടി വീശാം. വൈറ്റ് സെറ്റ്സു അവന്റെ സ്ക്വാഡ് എടുത്ത് അവനെ വെട്ടി വീശാൻ തുടങ്ങും. പക്ഷെ കറക്റ്റ് ടൈമില് കുരട്സുജി ആളവിടേക്ക് വരും. ഹായ് ദേദുര, മൈ ബിഗ് ബ്രദർ, നിന്നെ കാണാനാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. അവരെ കണ്ടുടൻ വൈറ്റ് സെറ്റ്സു അവൻ പേടിച്ചു വരച്ച് ഇപ്പൊ ക്യാഷ്വലായിട്ട് നിൽക്കും. അവനിപ്പോ ദേദുരയോട് കബൂട്ടോയെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അത് കേൾക്കുമ്പോ ഇപ്പൊ ദേദുരയ്ക്ക് ടെൻഷനാവും. നീ അപ്പനെ രക്ഷിക്കാനല്ല, ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ് ഇവിടേക്ക് വന്നതല്ലേ? എനിക്കൊന്നും അറിയില്ല, എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. കുരട്സുജി അവള് വിടാതെ ഇപ്പൊ വീണ്ടും ചോദിക്കും, കബൂട്ടോ ആക്ച്വലി നിന്നെ യൂസ് ചെയ്യാണ്. നിനക്കത് ഇതുവരെ മനസ്സിലായില്ലേ? കബൂട്ടോയെ കുറിച്ച് അറിയില്ലെങ്കിൽ സാസുക അവനെങ്കിലും ഇപ്പൊ എവിടെയുണ്ടെന്ന് നീ എനിക്ക് പറഞ്ഞതാ. അതിന് ദേദുര അവൻ ഷോക്കായിട്ട് പറയും, സാസുകയെ ഓൾറെഡി ഞാൻ കൊന്നു കളഞ്ഞു. അതിനവള് പറയും, ഇല്ല ഇല്ല, അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. റെയ്ക്കാഗയായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പോലും അവനെ കൊല്ലാനായിട്ട് അവരെ കൊണ്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് കേട്ട് ദേദുര അവൻ ഷോക്കായിട്ട് ചോദിക്കും, അപ്പൊ ഇതുവരെ സാസുക അവൻ മരിച്ചിട്ടില്ലേ? എന്റെ അൾട്ടിമേറ്റ് ആർട്ടില് അവൻ മരിച്ചു പോയെന്നാണ് ഞാൻ കരുതിയതെന്ന് പറഞ്ഞ് അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് ഇപ്പൊ ദേദുര അവൻ ദേഷ്യപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങും. എന്റെ ആർട്ടിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടല്ലേ, ഇതൊരിക്കലും ഞാൻ സഹിക്കില്ല. അപ്പൊ അതേസമയം ഇപ്പൊ മിഫുനയ്ക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ വരും. അതായത് ഒരുപാട് വില്ലന്മാര് ട്രാൻസ്ഫർമേഷൻ ജിപ്സ് ഉപയോഗിച്ച് നമ്മുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട് എന്ന്. കട്ട് ചെയ്ത കുരട്സുജി അവളിപ്പോ ആ ഗാർഡിനോട് പറയും, ഈ പപ്പട് അത് ഓപ്പൺ ചെയ്, എനിക്ക് ദേദുരയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ആക്ച്വലി റിയൽ ഗാർഡല്ല, മറിച്ച് സെറ്റ്സു ആണ്. അവനാകെ ടെൻഷനായിട്ട് ആ പപ്പട് അത് അൺലോക്ക് ചെയ്യാൻ കഴിയാതെ അങ്ങനെ സ്തംഭിച്ചു നിൽക്കും. അതേസമയം കൂടെയുള്ള ആ മൊട്ടയ്ക്ക് മനസ്സിലാവും ഇവൻ ആക്ച്വലി യഥാർത്ഥ സോൾജിയർ അല്ല, മറ്റാരോ ആണെന്ന്. അവനിപ്പോ ഒരുപാട് ചോദ്യങ്ങള് സെറ്റ്സുവിനോട് ചോദിക്കാൻ തുടങ്ങും. വൈറ്റ് സെറ്റ്സു ടെൻഷനാവും. അത് കണ്ട മൊട്ട ഇപ്പൊ അവനെ വെട്ടി താഴെയിടും. അപ്പോഴേക്ക് ഒരുപാട് സെറ്റ്സുമാര് അവിടെ റൗണ്ട് ചെയ്ത് അങ്ങനെ കയറി വരും. അതേസമയം ദേദുര വൈറ്റ് സെറ്റ്സ് കൊടുത്ത ആ ഒരു സ്ക്വാഡ് അതിലൂടെ ലൈറ്റ്നിങ് പവർ എർത്തിലേക്ക് ഇറക്കും. അടുത്ത നിമിഷം അവൻ ക്ലേ ഉപയോഗിച്ച് ആ പപ്പട് തല്ലി തകർത്ത് ഇപ്പൊ പുറത്തേക്ക് വരും. ഞൊടിയിടയിൽ അവരെല്ലാവരും അവിടുന്ന് രക്ഷപ്പെട്ടു പോവും. മിഫുന ആളവിടേക്ക് വരും. അതിന് മൊട്ട പറയും, ഐ എം റിയലി സോറി, ഇതൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണ്. ഉറപ്പായിട്ട് ഞാൻ തന്നെ അവനെ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് മൊട്ട അവരുടെ പിന്നാലെ പോവും. മൊട്ടയുടെ കൂടെ തന്നെ ഇപ്പൊ കങ്കൂറയും അവരെ ഫോളോ ചെയ്തു പോവും. കങ്കൂറ വൈറ്റ് സെറ്റ്സുകളെ അവറ്റകളെ ഓരോന്നായിട്ട് തല്ലി തല്ലി കൊല്ലും. മറ്റൊരു ഭാഗത്ത് ദേദുര അവൻ ചാടി ഓടി ഉഷാറായിട്ട് മുൻപോട്ട് പോവും. അപ്പൊ അവൻ കാണും അവന്റെ തൊട്ടു മുൻപിലായിട്ട് ഒരു വലിയ സാമുറായി ടീം തന്നെ അവനെ തടയാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അവന്റെ കൂടെയുള്ള സെറ്റ്സു അവൻ അങ്ങനെ ചാടി വന്ന് ആ സോൾജേഴ്സിനെ അവരെ ദശ തിരിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും കബൂട്ടോ അവനിപ്പോ ദേദുരയെ കോണ്ടാക്ട് ചെയ്യും. നീ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ, എനിക്ക് കുറച്ചു നേരം
നീ റെസ്റ്റ് എടുത്തോ. അതിന് ദേവ്ദ്ര പറയും, എനിക്കിപ്പോ റെസ്റ്റ് അല്ല വേണ്ടത്, എനിക്കിവരെ മുഴുവനും നശിപ്പിക്കണം. എന്റെ ആർട്ടിൽ നിന്ന് ആ സാസുക അവൻ രക്ഷപ്പെട്ടു. അതെന്നെ കൊണ്ട് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സോ ഉറപ്പായിട്ടും ഇവരെ മുഴുവൻ ഞാൻ തന്നെ നശിപ്പിക്കും. അത് കേട്ട് കബൂട്ടോ അവൻ പറയും, കുഴപ്പമില്ല, നിനക്ക് ഹെൽപ്പിനായിട്ട് ഞാൻ ഒരാളെ അയക്കാം. കബൂട്ടോ ഉടനെ ഒരു സെൻസുറി ടൈപ്പ് നിഞ്ചയെ അവിടേക്ക് അയക്കും. അവനവന്റെ പവർ വെച്ച് അവിടെ മുഴുവൻ കോടമഞ്ഞ് ക്രിയേറ്റ് ചെയ്യും. ആ മഞ്ഞ് കാരണം ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ കഴിയില്ല. അപ്പൊ അതേ സമയത്ത് വില്ലൻ അവനൊരു കത്തി എടുത്ത് ഇപ്പൊ കബൂട്ടോയെ വെട്ടിയെറിയാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും. പക്ഷെ മിഫിനെ അവള് ചാടി വീണ് വില്ലനെ ചവിട്ടി തെറിപ്പിക്കും. ഉടനെ ഗാർഡ്സ് അവരവനെ റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും കബൂട്ടോ അവൻ കഫിൻ ബോക്സ് ഓപ്പൺ ചെയ്ത് വില്ലനെ രക്ഷിക്കും. കട്ട് ചെയ്താ ഇവിടെ വൈറ്റ് സെറ്റ്സോ അവൻ ദേവ്ദ്രയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ദേവ്ദ്ര അവനോട് പറയും, എന്റെ കയ്യിലുണ്ടായിരുന്ന ക്ലേ അത് മുഴുവനും തീർന്നു പോയിരിക്കുകയാണ്. എവിടുന്നെങ്കിലും എനിക്ക് കുറച്ച് ക്ലേ കിട്ടോ? അത് കിട്ടുകയാണെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പൊ അതേസമയം ഇവിടെ കുറട്സുജി അവള് പറയും, ദേവ്ദ്രയ്ക്ക് അവന്റെ ക്ലേ അത് വീണ്ടും കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴായിരിക്കും കങ്കൂറ പറയാ, ഓമുകയെ കൊണ്ടാണ് അവനെ ലൈറ്റ്നിങ് ജിപ്സ് ഉപയോഗിച്ച് മുൻപ് ലോക്ക് ചെയ്തത്. നിങ്ങൾ ആർക്കെങ്കിലും ലൈറ്റ്നിങ് ജിപ്സു പവർ അതുണ്ടോ? അത് കേട്ട് ഒരു സെൻസുറി ടൈപ്പ് നിഞ്ച അവൻ കൈ ഉയർത്തി പറയും, എന്റെ പവർ ലൈറ്റ്നിങ് സ്റ്റൈൽ ജിപ്സു ആണ്, എന്നെ കൊണ്ട് അവനെ ലോക്ക് ചെയ്യാൻ കഴിയും. അത് കേൾക്കേണ്ട താമസം കങ്കൂർ അവനെയും കൊണ്ട് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. അവരുടെ തൊട്ടു പിന്നാലെ ബാക്കി സോൾജിയേഴ്സും. അതേസമയം ഇവിടെ ദേവ്ദ്ര അവൻ ഒരുപാട് ക്ലേ കളക്ട് ചെയ്ത് അവിടെ മുഴുവൻ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. കങ്കൂറിയൻ ടീമും ഓൾമോസ്റ്റ് ദേവ്ദ്രയുടെ തൊട്ടടുത്തെത്തുമ്പോഴേക്കും ദേവ്ദ്ര ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ട്രാപ്പ് ബോംബുകൾ അത് മുഴുവനായിട്ടും ഇപ്പൊ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അതിന് കങ്കൂറ അവന്റെ സാസുരി പപ്പട് ഉപയോഗിച്ച് ദേവ്ദ്രയെ പിടിച്ചു വലിക്കും. ആ ഗ്യാപ്പില് ആ നിഞ്ച അവനിപ്പോ ദേവ്ദ്രയുടെ മുകളിലേക്ക് അങ്ങനെ എടുത്തു ചാടി ആ ലൈറ്റ്നിങ് ജിപ്സു അത് പ്രയോഗിക്കും. പക്ഷെ ദേവ്ദ്ര അവൻ ആ സ്ക്വാഡ് ഉപയോഗിച്ച് ലൈറ്റ്നിങ് സ്റ്റൈല് അത് എർത്തിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ദേവ്ദ്ര അവൻ ക്ലേ എടുത്ത് നിന്ന് അവനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് മിഫിനെ ആളാ സെൻസുറി ടൈപ്പ് നിഞ്ചയെ തൂക്കിയെടുത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടും. അടുത്ത സെക്കൻഡില് ദേവ്ദ്ര അവൻ വീണ്ടും പഴയതുപോലായി മാറും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവിടെ ഒരുപാട് പേര് മരിച്ചു കിടക്കുകയാണ്. കുറട്സുജി അവള് പറയും, ഇത്തവണത്തെ നമ്മുടെ പ്ലാൻ അത് ശരിക്കും ചീറ്റിപ്പോയി. സോ എന്തെങ്കിലും നല്ലൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ അവനെ പിടിക്കാൻ കഴിയൂ. അതിന് കങ്കൂറ പറയും, അവനെ ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈറ്റ്നിങ് ജിപ്സു അത് ആവശ്യമാണ്. പക്ഷെ ഇവനാണെങ്കിൽ ഇപ്പോൾ ഒട്ടും പവറില്ല, ഇവനെ കൊണ്ട് നമുക്കവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കട്ട് ചെയ്താ ഇപ്പൊ ദേവ്ദ്ര അവൻ വലിയൊരു അരുവിയിലടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അവന് മനസ്സിലാവും ഈ ഒരു റിയാനിമേഷൻ ബോഡി അത് വെച്ച് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് പോലും ക്രിയേറ്റ് ചെയ്യാൻ അവനെ കൊണ്ട് കഴിയില്ല. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഇപ്പൊ സാസുകയെ അവൻ അവിടേക്ക് വരും. സാസുകയെ കണ്ട് ഇപ്പൊ ദേവ്ദ്ര ഷോക്കാവും. സാസുക ചോദിക്കും, നറൂട്ടോ കുട്ടപ്പൻ അവനിപ്പോ എവിടെയുണ്ട്? അതിന് ദേവ്ദ്ര അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പോ ഈ നിമിഷം നിന്നെ ഞാൻ വെട്ടിക്കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ സ്ക്വാഡ് പുറത്തെടുക്കും. അപ്പൊ കറക്റ്റ് ടൈം ഇപ്പൊ സാമുറായി ടീം അവരവിടേക്ക് വരും. സാസുക മുൻപോട്ട് ഓടും. അവന്റെ തൊട്ടു പിന്നാലെ സാസുകയെ പിടിക്കാനായി ദേവ്ദ്രയും അവന്റെ പിന്നാലെ പോവും. സാസുക ഓടി ഓടി ഇപ്പൊ ഒരു പ്രത്യേക സ്ഥലത്തെത്തും. എന്നിട്ട് ദേവ്ദ്രയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കും. ദേവ്ദ്ര അവനെ വെട്ടാനായിട്ട് അടുത്തേക്ക് വരുമ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അത് സാസുകയല്ല, കുറട്സുജിയാണ്. അവൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ മിഫിൻ അവളുടെ സ്ക്വാഡ് എടുത്ത് ദേവ്ദ്രയുടെ നെഞ്ചിൽ കുത്തി അതിലൂടെ ഇപ്പൊ ലൈറ്റ്നിങ് ജിപ്സു അത് പാസ് ചെയ്യും. അതിന് ദേവ്ദ്ര അവനിപ്പോ അവന്റെ സ്ക്വാഡ് താഴെ കുത്തും. നിലത്ത് കുത്തിയ ഉടനെ ആ സ്ക്വാഡ് അതിപ്പോ തവിട് പൊടിയാവും. അത് കണ്ട് കുറട്സുജി ചിരിക്കും. അവള് പറയും, നിന്നെ പ്ലാൻ ചെയ്താണ് ഇവിടേക്ക് കൊണ്ടുവന്നത്, ഇവിടെ മുഴുവൻ പാറയാണ്, സോ നിന്റെ സ്ക്വാഡ് അത് മണ്ണിലേക്ക് ഇറങ്ങില്ല. അപ്പൊ കങ്കൂറ ഓടി വന്ന് അവന്റെ പപ്പടിനെ ഉപയോഗിച്ച് വീണ്ടും ദേവ്ദ്രയെ ലോക്ക് ചെയ്ത് അതിന്റെ ഉള്ളിൽ സീൽ ചെയ്യും. അതിന് ദേവ്ദ്ര അവൻ നോ എന്ന് പറഞ്ഞ് അലറുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ മല്ലു എപ്പിസോഡ് മെയിൻ ചാനലിൽ നമ്മുടെ ലൂഫിയുടെ പുതിയ 2 എപ്പിസോഡുകൾ കൂടെ അപ്ലോഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ സ്വത്ത് കുട്ടികള് ആ എപ്പിസോഡുകൾ കൂടെ കണ്ട് കുട്ടപ്പനോടൊപ്പം നമ്മുടെ ലൂഫിയെ കൂടെ ചേർത്ത് പിടിക്കണേ. അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.